നമ്മൾ പോകുന്നത് കോഴിക്കോടേക്കാണ്. ഉള്ളേരി പഞ്ചായത്ത് പ്രസിഡന്റ് സി അജിതയാണ് നമുക്കൊപ്പം ചേരുന്നത്. സ്വാഗതം ശ്രീമതി അജിത. ഈ കഴിഞ്ഞ ഭരണകാലയളവിലെ പ്രവർത്തനങ്ങളെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പ്രത്യേകിച്ചും ഈ 2022-23 കാലയളവിലെല്ലാം തന്നെ ഈ ST ഫണ്ട് ഫലപ്രദമായി വിനിയോഗിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ്. അപ്പോൾ ഈ ഒരു കാലയളവിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണാനാവുക? ഈ ഒരു കാലയളവില് ഞങ്ങൾക്ക് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും എല്ലാം തന്നെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ അംഗൻവാടികൾ സ്വന്തമായി കെട്ടിടമില്ലാത്ത 5ഓളം അംഗൻവാടികൾ ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ 4 പണി പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തു. 1ന്റെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ആരോഗ്യ മേഖലയിലാണെങ്കിൽ നമുക്ക് 4 സബ് സെന്ററുകളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അതിലിപ്പോ ഒരു സബ് സെന്റർ കൂടി നമുക്ക് പുതുതായിട്ട് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന് നമ്മളെ വെൽനസ് സെന്ററായി നേരത്തെ തന്നെ ഉയർത്തി കഴിഞ്ഞു. 2 വെൽനസ് സെന്ററുകളുടെ പണി ഇപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് നമുക്ക് സ്ഥലത്തിന്റെ കുറച്ച് പ്രയാസങ്ങൾ ഉള്ളതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഫണ്ട് അനുവദിച്ചിട്ട് നമുക്ക് പണി ആരംഭിക്കാൻ വേണ്ടി കഴിയാത്ത ചെറിയൊരു പ്രയാസത്തിലാണ്. മറ്റൊന്ന് ഏതാണ്ട് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി അതിന്റെ നിർമ്മാണ ഘട്ടത്തിലാണ്. അതേപോലെ സ്കൂളുകളിലാണെങ്കിൽ ഞങ്ങൾക്ക് കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം പരിപാടി, അതേപോലെ തന്നെ സമഗ്ര വിദ്യാഭ്യാസ പരിപാടി എന്നതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നാടക പരിശീലന ക്യാമ്പ്, വോളിബോൾ പരിശീലനം, അതേപോലെ LSS USS കുട്ടികൾക്കുള്ള പരിശീലന കളരികള്, അത്തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഞങ്ങൾ ആ ഒരു മേഖലയിൽ നടത്തുന്നുണ്ട്. അതേപോലെ എല്ലാ മാലിന്യ സംസ്കരണ രംഗത്ത് ഞങ്ങൾക്ക് ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പ്രശാന്തി ഗാർഡൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു മാതൃകാ ശ്മശാനം MLA-മാരുടെയും ഫണ്ട്, സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടും ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മാതൃകാ ശ്മശാനം ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് ഈ നടത്തിക്കൊണ്ടുവരുന്നത്. അതിനിടയിൽ തന്നെ ഈ കൃഷിക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് എന്നറിയാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ഈ തരിശായി കിടക്കുന്ന ഭൂമിയെല്ലാം തന്നെ കൃഷിയോഗ്യമാക്കി എന്നതാണ് ഈ ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ച് വലിയൊരു ആശയം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും. മുഴുവനായി ആയി എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. പക്ഷെ ഞങ്ങൾ തരിശുരഹിത ഉള്ളേരി എന്ന പ്രൊജക്ട് വെച്ചുകൊണ്ട് കുറേയേറെ തരിശായി കിടക്കുന്ന ഭൂമിയിൽ NREGS പോലെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇടവിള കൃഷി, നേന്ത്രവാഴ കൃഷി, പച്ചക്കറി കൃഷി, ഇടവിള കൃഷി രൂപത്തിലുള്ള കൃഷികളൊക്കെ തന്നെ പ്രൊജക്ടുകൾ ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള കൃഷിക്കാണ് ഈ പഞ്ചായത്ത് കൂടുതൽ പ്രോത്സാഹനം നൽകുന്നത്? അതോടൊപ്പം തന്നെ ഈ ഒരു മേഖലയിൽ വന്യജീവി ആക്രമണങ്ങൾ അടക്കം തന്നെ ഉള്ള ഒരു പഞ്ചായത്താണോ ഇത്? അതെ, വന്യജീവി ആക്രമണം എന്ന് പറഞ്ഞാൽ കാട്ടുപന്നി ശല്യം ഞങ്ങൾക്കത് വലിയ പ്രയാസകരമാവുന്നുണ്ട്. അപ്പൊ അതിന് നമ്മള് ലൈസൻസുള്ള ഷൂട്ടർമാരെ നിയമിച്ചിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും അവറ്റകളെ പിടിക്കാൻ വേണ്ടി കഴിയാത്തൊരു പ്രയാസം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ആളുകള് പൊതുവെ ഗ്രാമസഭയിലൊക്കെ തന്നെ ഉന്നയിക്കുന്ന ഒരു വിഷയം അതുമായി ബന്ധപ്പെട്ടാണ്. തവള കൃഷിയൊന്നും ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളത് പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അതെ, ഇത് ജനങ്ങളെ കൂടുതൽ കൃഷിയിൽ നിന്നും അകറ്റാനുള്ള ഒരു കാരണമായി മാറും എന്നതാണ്. പഞ്ചായത്ത് ഇത്തരം പ്രശ്നങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ പരിഹരിച്ച് മുന്നോട്ട് നീങ്ങട്ടെ എന്നാണ് ആശംസിക്കാനാവുക. അതോടൊപ്പം തന്നെ ഈ ജനങ്ങളെ സംബന്ധിച്ച് ലൈഫ് ഭവന പദ്ധതി, PMAY ഭവന പദ്ധതി എല്ലാം ഉൾപ്പെടുത്തി എല്ലാ ജനങ്ങളിലേക്കും ഈ വീടുകളടക്കം തന്നെ ഈ അർഹതപ്പെട്ട ആളുകളിലേക്ക് വീടുകൾ എത്തിക്കാൻ ഈ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടുണ്ട്. 187 പേർക്ക് നമ്മളിപ്പം വീട് അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഇപ്പോ 10-30 പേർ അവസാനം വരുന്ന ഒരു 30 പേര് കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഞങ്ങൾക്ക് ഈ വർഷം അപേക്ഷകരായി വന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കാനുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഈ ഭരണസമിതിയുടെ കാലാവധിക്കുള്ളിൽ തന്നെ മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കാനുള്ള പദ്ധതികളുമായിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വലിയൊരു വേനലിനെ നമ്മൾ അതിജീവിക്കേണ്ടതുണ്ട്. ഈ കുടിവെള്ളമടക്കം ശുദ്ധജലമടക്കം തന്നെ ആളുകളിലേക്ക് എത്തിക്കുന്നതും ഈ പൊതുജലാശയത്തിന്റെ സംരക്ഷണവും എല്ലാം എത്രത്തോളമാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്? കുടിവെള്ള വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഏതാണ്ട് എല്ലാ പ്രദേശങ്ങളിലും കുടിവെള്ളം പദ്ധതികൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ ജൽജീവൻ മിഷൻ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് പുതിയ പദ്ധതികൾ ഏറ്റെടുക്കാൻ വേണ്ടി കഴിയില്ല. നിലവിലുള്ള പദ്ധതികൾക്ക് വേണ്ടിയുള്ള ഫണ്ടുകൾ അനുവദിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോ പുതുതായിട്ട് ജില്ലാ പഞ്ചായത്തിന്റെ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒക്കെ തന്നെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കുടിവെള്ളം എത്തിക്കാനുള്ള കുടിവെള്ള പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന ഒരു സ്ഥിതി കൂടിയുണ്ട്.
ഈ നമുക്ക് ദൃശ്യങ്ങളിൽ അടക്കം കാണുന്നത് പോലെ തന്നെ തണ്ണീർത്തടം ഈ പൊതുജലാശയങ്ങളെല്ലാം തന്നെ സംരക്ഷിച്ചു പോകുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ പഞ്ചായത്തിൽ നടത്തി വരുന്നുണ്ടല്ലേ? ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട നമ്മുടെ പഞ്ചായത്തിന്റെ ഹൃദയഭാഗത്തുകൂടി ഒഴുകുന്ന ഒരു മാതാന്തോട്, ആ മാതാന്തോട് നവീകരണത്തിന്റെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനൊരു പ്രൊജക്ട് വളരെ കൃത്യമായിട്ട് അതിന്റെ ഒഴുക്ക് നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോ ഒരു ഫണ്ട് 8 ലക്ഷം രൂപയോളം നീക്കി വെച്ചിട്ടുണ്ട്. പൂർണ്ണമായും ആ ജലാശയം ശുദ്ധീകരിച്ചു കൊണ്ടുപോകുന്ന ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതി പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ഉള്ളേരി എന്ന ഒരു സ്ഥലത്തെ സംബന്ധിച്ച് ഉള്ളേരി ഫെസ്റ്റ് എന്ന് പറയുന്നതും അവിടെയുള്ള ജനങ്ങൾക്ക് കൂടുതൽ ഈ ഉപകാരപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം നടത്തി വരുന്നതാണ്. എന്താണ് ഈ ഒരു ഉള്ളേരി ഫെസ്റ്റ്? കഴിഞ്ഞ 2 വർഷങ്ങളായി ഞങ്ങള് ഈ ഉള്ളിയേരിയിലെ സാംസ്കാരിക ജനതയ്ക്കായിട്ട് ഉള്ളിയേരി ഫെസ്റ്റ് കഴിഞ്ഞപ്പോൾ നടത്തി. ഇവരെ ഞങ്ങള് 4 കലോത്സവങ്ങൾ, അംഗൻവാടി കലോത്സവം, വനിതോത്സവം, വയോജനോത്സവം, ഭിന്നശേഷി കലോത്സവം, ഈ 4 കലോത്സവങ്ങളും കുട്ടിയോജിപ്പിച്ചുകൊണ്ട് 4 ദിവസം ഉള്ളിയേരി ഫെസ്റ്റ് ആക്കി നടത്തപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാ മേഖലയിലുള്ള ആളുകൾക്ക് ഉള്ളിയേരിയിലെയും അതുപോലുള്ള കലാകാരന്മാർക്കൊക്കെ തന്നെ അവസരം കൊടുത്തുകൊണ്ടുള്ള ഉള്ളിയേരി ഫെസ്റ്റ് ആണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. മികച്ച പ്രവർത്തനങ്ങൾ തന്നെയാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. അതോടൊപ്പം തന്നെ ഈ ആരോഗ്യ മേഖലയിലും NABHM പുരസ്കാരമടക്കം സ്വന്തമാക്കിയിട്ടുള്ള ഒരു പഞ്ചായത്താണല്ലോ. എത്തരത്തിലാണ് ഈ ഒരു പുരസ്കാര നിറവിലേക്ക് എത്തുന്നത്? ഇപ്പോഴും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും പഞ്ചായത്ത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണോ? ഞങ്ങൾക്ക് നേരത്തെ ആയുർവേദ ഹോസ്പിറ്റലിന് സ്ഥലമുള്ള ഒരു പഞ്ചായത്തായിരുന്നു. അപ്പൊ ആയുർവേദ ആശുപത്രി കെട്ടിടം നേരത്തെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ വർഷം നമ്മൾ അതിന്റെ ഭൗതിക സൗകര്യങ്ങളൊക്കെ തന്നെ മെച്ചപ്പെടുത്തി NABH നിലവാരത്തിലേക്ക് അതിന്റെ പ്രഖ്യാപനം സർക്കാർ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ ഹോമിയോ ആശുപത്രി അതിന്റെ പെരിഫറൽ OP ഒക്കെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്താണ്. അതിന്റെയൊക്കെ തന്നെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി കൊണ്ടുപോകുന്നതിന് പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വയോജനങ്ങൾക്കായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏത് രീതിയിലാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്? വയോജനങ്ങൾക്കായി ഞങ്ങളിപ്പോ നേരത്തെ പരമ്പരാഗതമായിട്ട് ചെയ്തു വരുന്ന കട്ടിൽ വിതരണം പോലുള്ള പ്രൊജക്ടുകളായിരുന്നു നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ വർഷം ഞങ്ങൾ ഹാപ്പിനെസ് പാർക്ക് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രൊജക്ട് വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് അതിന്റെ സ്ഥലം ലഭിക്കാനുള്ള ചെറിയൊരു സാങ്കേതിക പ്രയാസം കൂടി ഉണ്ട്. എന്തായിരുന്നാലും ഈ വർഷവും അടുത്ത വർഷമായിട്ട് ഹാപ്പിനെസ് പാർക്കുകൾ സ്ഥാപിക്കാൻ വേണ്ടി കഴിയുന്ന സ്ഥലങ്ങളിൽ ഹാപ്പിനെസ് പാർക്കുകൾ സ്ഥാപിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പകൽ വീടുകൾ നമ്മുടെ പഞ്ചായത്തിൽ 2 എണ്ണമാണ് ഉള്ളത്. പക്ഷെ 2നും നമ്മൾ വേണ്ട രൂപത്തിൽ, പക്ഷെ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലൊക്കെ ആയതുകൊണ്ടുള്ള പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് അതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഹാപ്പിനെസ് പാർക്ക് എന്നുള്ള രൂപത്തിലേക്ക് വയോജനങ്ങൾക്കായിട്ട് ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത്. തീർച്ചയായും ഭാവിയിൽ ഇത്തരത്തിലൊരു ഹാപ്പിനെസ് പാർക്ക് അടക്കം ഈ പഞ്ചായത്തിൽ ഉള്ളിയേരി ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമായി ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഈ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്കായാലും അതോടൊപ്പം തന്നെ മുതിർന്ന ആളുകൾക്കായാലും ഈ പഞ്ചായത്ത് ചെയ്തു വരുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഭിന്നശേഷിക്കാർക്ക് കുട്ടികൾക്കായിട്ട് ഞങ്ങളിപ്പോ ഭിന്നശേഷിക്കാർക്ക് ഹിയറിംഗ് എയ്ഡ് നമുക്ക് ഈ വർഷത്തെ പ്രൊജക്ട് ഉണ്ട്. അതേപോലെ തന്നെ അവർക്കുള്ള സ്കോളർഷിപ്പ്, പിന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് പെട്ടിക്കട തുടങ്ങുന്നതിനുള്ള പ്രൊജക്ട് വെക്കുന്നുണ്ട്. അതേപോലെ ഭിന്നശേഷി കുട്ടികൾക്ക് സ്കോളർഷിപ്പ് വിതരണം നടത്തുന്നുണ്ട്. അത്തരത്തിലേക്ക് ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള പ്രോജക്റ്റുകൾ നമ്മളിപ്പോ വെക്കുന്നുണ്ട്. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ പ്രധാനമായിട്ടും സംസ്ഥാനം നേരിടുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് ഈ ലഹരി മാഫിയയുടെ കൈകളിൽ കുഞ്ഞുങ്ങളടക്കം എത്തിപ്പെടുന്ന ഒരു സാഹചര്യം. ഇത്തരത്തിൽ ലഹരി വിരുദ്ധ പദ്ധതികളെല്ലാം തന്നെ ഏത് രീതിയിലാണ് സ്കൂളുകൾ കേന്ദ്രീകരിച്ച്, വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കുന്നത്? ലഹരി വിമുക്തി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് തലത്തിലും വാർഡ് തലത്തിലൊക്കെ കമ്മിറ്റികളുണ്ട്. പക്ഷെ അതൊന്നും സജീവമായ ഒരു പ്രവർത്തനത്തിലേക്ക് ആയിട്ടില്ല. ഇപ്പൊ സ്കൂളുകളിൽ നമുക്ക് അധ്യാപകരെ, അവിടുത്തെ HMമാരെയൊക്കെ വിളിച്ചു ചേർത്തുകൊണ്ട് വിദ്യാഭ്യാസ സമിതിയിൽ ഉൾപ്പെടെ ചർച്ച ചെയ്യുകയും അതിന്റെ കാര്യങ്ങൾ നടന്നു വരികയാണ്. എന്നാലും പൂർണ്ണമായിട്ടില്ല. ഇനിയും കുറെ കാര്യങ്ങൾ നമ്മൾ സ്കൂൾ തലത്തിൽ ചെയ്തേ മതിയാവുന്ന അവസരത്തിൽ അതിനുവേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഗ്രാമപഞ്ചായത്ത്, എക്സൈസ് വകുപ്പും ഒക്കെ ആയിട്ട് സംയോജിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായും ഈ കൃഷിയിടത്തിലെ അടക്കം തന്നെ ഇത്തരത്തിൽ ഈ പന്നിശല്യം അടക്കം തന്നെ പഞ്ചായത്ത് നേരിടുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇത്തരത്തിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഈ വെല്ലുവിളികളെല്ലാം തന്നെ പഞ്ചായത്ത് നേരിടുന്നുണ്ടോ? ഒന്ന് പേപ്പട്ടി ശല്യം, തെരുവുനായകളുടെ ശല്യം, അത് ഒരു വലിയ വെല്ലുവിളിയായിട്ട് മാറുകയാണ്. നമുക്കത് മറ്റൊന്നും ചെയ്യാൻ വേണ്ടി കഴിയാത്തൊരു സ്ഥിതിയാണ്. പലപ്പോഴും തെരുവുനായകളുടെ കടിയേറ്റിട്ട് ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. പഞ്ചായത്തില് കാര്യമായിട്ടൊന്ന് വാക്സിനേഷനാണ് പറയുന്നത്.
വാക്സിനേഷൻ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. മറ്റൊന്ന് ABC പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ജില്ലയിൽ തന്നെ 2 ABC സെന്ററുകൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ അതിന്റെയൊക്കെ തന്നെ പ്രയാസങ്ങൾ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. തീർച്ചയായും ഇത് ഭാവിയിലേക്ക് പരിഹരിക്കപ്പെടുമെന്ന് നമുക്ക് ആശിക്കാം. അതോടൊപ്പം തന്നെ നിലവിൽ ഈ ഭാവി എന്തൊക്കെ പദ്ധതികളാണ് നിലവിൽ നിങ്ങൾ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഞങ്ങളെ ഉള്ളിയേരി ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു പഞ്ചായത്തിന്റെ ഒരു ഹൃദയഭാഗമായിട്ട് വരുന്നതാണ്. അവിടെ കുറച്ച് താഴ്ന്ന പ്രദേശമാണ്. അപ്പൊ അവിടെ ഒരു ടൗൺ സൗന്ദര്യവൽക്കരണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ MLA സംസ്ഥാന സർക്കാരിന്റെ 2 കോടി രൂപ നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ കുറേയേറെ നടപടിക്രമങ്ങൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു ഓപ്പൺ എയർ ഓഡിറ്റോറിയം, അതേപോലെ തന്നെ ആയോജന പാർക്ക് ഉൾപ്പെടെയുള്ള ഒരു അതിമനോഹരമായ രൂപത്തിലേക്കാണ് അതിന്റെ പ്രവർത്തനം തുടങ്ങി വരുന്നത്. അതിന്റെ ഒരു പ്രവൃത്തി ഉദ്ഘാടനം എന്നുള്ള നിലയ്ക്ക് മാത്രമേ നമുക്ക് ഈ ഭരണസമിതിക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. തീർച്ചയായും ഭാവിയിൽ അത് ഈ പഞ്ചായത്തിന്റെ ഏറ്റവും വലിയ ഒരു വികസനത്തിന് മുതൽക്കൂട്ടായിട്ട് മാറുന്ന ഒരു പ്രൊജക്റ്റ് ആണ്. അതേപോലെ മാലിന്യ സംസ്കരണ രംഗത്തും ഈ ഒട്ടേറെ പിന്നാക്ക കാര്യങ്ങൾ വിഭാഗത്തിലുള്ള ജനങ്ങളെല്ലാം തന്നെ കൂടുതലുള്ള ഒരു മേഖലയാണ് എന്നറിയാൻ സാധിക്കുന്നു. 2022-23 കാലയളവുകളിലെല്ലാം തന്നെ ST ഫണ്ടുകൾ ഫലപ്രദമായി വിനിയോഗിച്ചതിനുള്ള അംഗീകാരങ്ങളും ലഭിച്ചിരിക്കുന്നു. ഇപ്പോഴും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടത്തിക്കൊണ്ടുവരാൻ പഞ്ചായത്തിനാവുന്നുണ്ടോ? ഞങ്ങളിപ്പോ അടുത്ത വർഷത്തേക്ക് ആലോചിക്കുന്നത് ഈ SC നഗറുകള് നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊജക്ടുകൾ, വ്യക്തിഗത പ്രൊജക്ടുകളാണ് ഇപ്പൊ പലപ്പോഴും നമ്മൾ നടത്തി വരുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ ഉപരിയായിട്ട് ഓരോ നഗറുകളും ഓരോ വർഷത്തെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുട്പാത്തുകൾ, റോഡുകൾ, കുടിവെള്ള പദ്ധതികൾ എല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ നഗറുകളും നവീകരിക്കുന്നതിന് വേണ്ടി ഘട്ടം ഘട്ടമായി നവീകരിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഫണ്ട് അടുത്ത വർഷത്തെ പദ്ധതിയിൽ വരാൻ വേണ്ടി പോകുന്ന 2025-26 പദ്ധതിയിലേക്ക് ഞങ്ങൾ തീരുമാനമാക്കിയിട്ടുണ്ട്. തീർച്ചയായും മറ്റൊന്ന് എടുത്തു പറയേണ്ടത് സ്ത്രീ ശാക്തീകരണ പദ്ധതികളെല്ലാം തന്നെ ഏത് രീതിയിലാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്? കുടുംബശ്രീ തുടങ്ങിയിട്ടുള്ള, അതോടൊപ്പം തന്നെ ഈ തൊഴിൽ സംരംഭം അടക്കം തന്നെയുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ എങ്ങനെയാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്? സ്ത്രീ ശാക്തീകരണ പദ്ധതികള് കുടുംബശ്രീയുടെ JLG പദ്ധതികൾ, അതുപോലെ തന്നെ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രൊജക്ടുകളൊക്കെ തന്നെ നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതേപോലെ ജാഗ്രതാ സമിതികൾ പഞ്ചായത്ത് തലത്തില്, വാർഡ് തലത്തിലൊക്കെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പഞ്ചായത്ത് ജാഗ്രതാ സമിതിയിലേക്ക് എത്തുന്ന കേസുകൾ നമ്മൾ അവിടെ ആ ഒരു സിറ്റിംഗ് വെച്ചുകൊണ്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും കുറെ കൂടി ആളുകളിലേക്ക് ഇതിന്റെ ഒരു ബോധവൽക്കരണം എത്തേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ വാർഡ് തല ജാഗ്രതാ സമിതിയിലേക്കൊന്നും തന്നെ ഉള്ള കേസുകൾ എത്തുന്നതിൽ ഇനിയും കുറച്ചുകൂടെ ഞങ്ങൾ അതിന്റെ ബോധവൽക്കരണം എന്നുള്ള രൂപത്തിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഈ വർഷം അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ തീർച്ചയായും ചെയ്യുന്നതാണ്. തീർച്ചയായും അത്തരത്തിലുള്ള പദ്ധതികളെല്ലാം തന്നെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ ഉള്ളിയേരി പഞ്ചായത്ത് പ്രസിഡന്റ് C. അജിതയാണ് നമ്മളോടൊപ്പം പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ പങ്കുവച്ചത്. വരും വർഷങ്ങളിലും ജനഹിതം ഉചിതമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി ശ്രീമതി C. അജിത. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.